നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുഴിമന്തിയാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം. അതെല്ലാം ഒന്ന് കാണിച്ചു തരാം. നമ്മളെല്ലാം ചേർക്കുന്നതായിരിക്കും. ചേർക്കുന്ന ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പം കടയിൽ കിട്ടുന്ന രുചി തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ള രീതിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിപ്പം നമുക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. എല്ലാ വീഡിയോയിലും ഓരോന്ന് ചേർക്കുന്നതും ഇടുന്നതും എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നതായിരിക്കും. നമുക്ക് ഇത് കുറച്ച് സാധനം പൊടിക്കാനുണ്ട്. പൊടി തന്നെ ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കുന്നത് നല്ലതായിരുന്നു. നമ്മൾ കുറച്ച് ചിക്കൻ മസാല, അതിനുള്ള ചിക്കൻ മസാല ഇടുന്നു. ഉപ്പ് 2 സ്പൂണ്, 3 സ്പൂണ് ഉപ്പിടുക. കുരുമുളക് പൊടി ഇടുവാണ്. കുരുമുളക് പൊടി നല്ല ഇടണം. നമുക്ക് അതിന് പൊടിക്കാനുള്ള മസാല, തക്കോലം, ഗ്രാമ്പു, 8 ഏലക്ക, ഇച്ചിരി കറുവപ്പട്ട, മുളക് പൊടി ഇടണം. 2 സ്പൂണ് മുളക് പൊടി. ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചോണ്ട് വരാം. ഉപ്പ് ഇതെല്ലാം ഇട്ടെന്ന് വെച്ചാൽ നല്ല മിക്സ് ആവും. മിക്സ് ആവാൻ വേണ്ടിയാണ് ഇതിങ്ങനെ പൊടിച്ചോണ്ട് വരാം. ഒരു ഉണക്ക നാരങ്ങ നമ്മൾ ഇതിനകത്ത് ഇടുക പൊടിച്ച്. ഇതെല്ലാം നമ്മൾ പൊടിച്ചിട്ട് ഈ മസാല പുരട്ടാനുള്ളത്. നമ്മളെ ചിക്കൻ മസാല പുരട്ടുന്ന അത് കാണിക്കാം. ഇത് പൊടിച്ചോണ്ട് വന്നിട്ട് ഇത് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ചിക്കന് നമ്മൾ കഴുകി വൃത്തിയാക്കുവാണ്. 2 വെള്ളം കഴുകി 3ാമത്തെ വെള്ളത്തിൽ കഴുകുവാണ്. 4 വെള്ളം ഒന്ന് വൃത്തിയാക്കി കഴിയാല് നല്ലോണം ഒന്ന് കഴുകിയെടുത്ത അതൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് നമ്മൾ കഴുകി കുറച്ച് വെള്ളം തോരാ, ഒരു 5 മിനിറ്റോളം വെള്ളം തോരാന്ന് വെക്കുന്ന നല്ലതാ. കുക്ക് ചെയ്യടാ. വെളുത്തുള്ളി വൃത്തിയാക്കിയിട്ടെ ഇഞ്ചിയോടെ വൃത്തിയാന്ന് കഴുകിയിട്ട് നമുക്ക് ഇതങ്ങ് ചതച്ച് നമുക്ക് മാറ്റിയാലേ നമ്മളെ ജോലി ഒതുക്കി വെച്ചാൽ നമുക്ക് അടുപ്പ് കത്തിച്ച പണി പെട്ടെന്ന് നടക്കും. കബീറിന് വല്ല ഐറ്റത്തിന് വല്ല പറയാനുണ്ട? ഞാൻ അത് ഉണ്ടാക്കി തരും. ഏത് ഐറ്റം പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി തരും. അടുത്ത എന്തോന്ന്? അടുത്ത വീഡിയോക്ക് നമുക്ക് അടുത്ത വീഡിയോക്ക് ഇൻഷാല്ലാ അടുത്ത കപ്സ ഉണ്ടാക്കി കളയാം. നമുക്ക് ഉടനെ ഉണ്ടാക്കി കളയാം. ഇന്നിപ്പോ കുഴിമന്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അപ്പൊ എല്ലാവരും വീഡിയോക്ക് കപ്സ ആയിരിക്കും. എല്ലാരും വീഡിയോ കണ്ടങ്ങ് പോരുത്. എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊക്കെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. എല്ലാം അരപ്പിട്ടുന്ന വെച്ച് പണിയുണ്ട് പോനെ. നമുക്ക് ഈ കോഴിയെല്ലാം ഇതേണൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന്റെ മസാല പുരട്ടാം. ഇതിന്റെ നമ്മൾ എല്ലാ ഭാഗത്തും വെച്ചിട്ട് മസാല നല്ല പിടിക്കത്തക്ക രീതി പുരട്ടി കൊടുക്കണം. എന്നുവെച്ചാൽ ഉപ്പും മസാല എല്ലാം ഇതിനകത്താണ്. നമ്മൾ ഉപ്പും ഇതെല്ലാം ഇതിനകത്ത് ചേരുന്നതാണ്. ഇതിന്റെ എല്ലാം മസാല പുരട്ടി കഴിഞ്ഞു. നമുക്കിത് ഒരു 10 മിനിറ്റ് ഇച്ചിരി നേരം വെച്ചേക്കണം. ഒരു 10-20 മിനിറ്റ് ഇത് വെച്ചേക്കാം മസാല പിടിക്കാൻ വേണ്ടി. തക്കാളി കട്ട് ചെയ്തോണ്ടിരിക്കുക. ഇന്നുള്ള തക്കാളി 1/2 കിലോ തക്കാളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മളൊരു 3 ക്യാപ്സിക്കമാണ് ഇതിനെടുത്തേക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം.
നമ്മൾ കാപ്സിക്കം അരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അടുത്ത സവാള അരിയുണ്ട്. കോമഡി കഴിഞ്ഞത് രണ്ടു പാത്രമായി എന്നിട്ട് പിന്നെ അതൊക്കെ വീട്ടിലെ വിശേഷം. നമ്മളെ വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മളിനി ഇത് പറക്കി വെക്കാം ചെമ്പിനകത്തോട്ട്. അപ്പൊ ഇത് നമുക്ക് നല്ല ഒന്ന് മൂടി വെക്കാം. ഇനി ഇത് എത്ര മിനിറ്റ് കൂടി 3/4 മണിക്കൂർ, 45 മിനിറ്റ്. അപ്പൊ നമ്മളെ അരിക്കുള്ള ചോറ് വെക്കാനുള്ള പാത്രം ചൂടായിട്ടുണ്ട്. ബട്ടർ ഇടുവാണ്. അപ്പൊ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സവാള നമ്മൾ ഇടുക. 4 സവാള അരിഞ്ഞ് വെച്ചതാ. തക്കാളി, അതിനുവേണ്ടി ഒരു തക്കാളി അരിഞ്ഞ് വെച്ചായിരുന്നു. ആ തക്കാളി ഇടുക നമ്മൾ. കുറച്ച് കാപ്സിക്കോൺ, 6 കാപ്സിക്കോൺ ഉണ്ട്. അത് ഇതിനു വേണ്ടി ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. 100 ഗ്രാം വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചിയാണ് ഇതിനു വേണ്ടി. അതിന്റെ പച്ചമുളക് ഇടും നമ്മളതിന്റെ 10 പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇതൊന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിനു ശേഷം നമുക്കൊരു പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ച് അപ്പൊ നമ്മൾ ഇതിനകത്ത് കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, ഉണക്ക നാരങ്ങ ഇതെല്ലാം ഇടുവാണ് എടുത്ത. നമ്മള് മാഗി 3 എണ്ണം ഇടുന്ന. 3 എണ്ണം എന്ന് വെച്ചാ ഒരു പാക്കറ്റിനകത്ത് 2 എണ്ണം വെച്ച ആ 3 പാക്കറ്റ് ഇടുന്ന. അപ്പൊ മാഗി ഇട്ട് നമുക്കിതൊന്ന് നല്ല മിക്സ് ചെയ്യാം. കുറച്ച് ചെറുജീരകം, കുറച്ച് പെരിഞ്ഞീരകം, മസാലകളെല്ലാം ഇടുക. കുഴിമന്തി മസാല നമ്മൾ ഇച്ചിരി വാങ്ങിച്ചിട്ടുണ്ട്. ഉപ്പിഞ്ഞിടും. നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഓരോ ആവശ്യത്തിന് നോക്കി ഉപ്പിട്ടാൽ മതി. അപ്പൊ നമ്മള് 3 കിലോ അരിയുണ്ട്. നല്ല ഉപ്പ്
നമ്മളൊരു സഹായിയാണ് ഇളകിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതിനുള്ള ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. നമ്മള് ഇളകിക്കൂടെ, അടപ്പ് താത്തി വെച്ചിട്ടൊന്ന് ഇളകി. നമ്മളിതിനിപ്പം ഞാനിതിന് രണ്ട് പാത്രം ഫുള്ളരി ഇട്ടേ. നമ്മളത് ഒരു പാത്രത്തിന് 2 അളവാണ് വെള്ളം. നമ്മളതിന്റെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. 4 ഉപ്പ് നോക്കട്ടെ. കുറച്ചിട് ഇട് ഇട് നോക്കട്ടെ. ഇതിന്റെ അരി നമ്മള് ഗോൾഡൻ അരി എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു 2 മണിക്കൂർ നമ്മൾ കഴിയിട്ട് കുതുക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറോളം കുതിർത്ത്. എന്നിട്ട് ഇനി വാരി വെള്ളം ഒന്ന് തോരാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് അരി ഇടാനുള്ളതാണ്. വെള്ളം തിളയായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഗോൾഡൻ അരിയാണ്. നിനക്ക് കുഴിമന്തി നമ്മൾ എല്ലാവരും വിചാരിക്കും കുഴിമന്തി എന്ന് പറഞ്ഞാൽ കുഴിച്ച് മാത്രമേ കുഴിമന്തി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ കുഴിക്കാതുള്ള കുഴിമന്തി. ഇതെല്ലാവർക്കും വീട്ടുകളിൽ ചെയ്തു നോക്കാം. എല്ലാ ആൾക്കാർക്കും ചെയ്തു നോക്കാമെന്നുള്ളൂ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പണിയാണിത്. നമ്മൾ കുഴിയില്ല എന്ന് അതേ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ഇത് വെട്ട്, അത് വെട്ട്, നമ്മൾ വലിയ കുഴപ്പമില്ല. അതും വെട്ടിയത് അത് കുഴപ്പമില്ല, എടുത്തോ. അത് മതി, അത് മതി, അത് പോരെ. ഞാൻ കൊണ്ടുപോയിക്കാണ്. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി എടുത്ത് മാറ്റാം. അടപ്പ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കന്റെ കാലിന്നൊക്കെ ഇറച്ചിയൊക്കെ വിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി അതെടുത്ത് ഇതൊന്ന് ഇറക്കി വെക്കണം. ഉണ്ടോ അവനെ തുണി? ഇതൊക്കെ എന്താടാ ആവി? നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഇത് മേളിച്ചിരി പരിപാടികളുണ്ട്. ചിക്കനൊക്കെ എടുത്ത് വെക്കണം. ഓരോന്നായിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഇതിന്റെ ഇച്ചിരി വെള്ളം ഇതിനകത്ത് ഇരിക്കുന്ന കളറിന് വേണ്ടിയാ. നമ്മളിത് ഓരോന്നായിട്ട് ഇതിന്റെ മേളിലോട്ട് വെക്കാൻ പോവാ. എന്നാ മാത്രം എടുക്ക. കണല് നമ്മളൊരു കഷ്ണം കണലെടുത്ത് ഇതിനകത്ത് വെച്ച ഒരു പുകയിടണം. പുകയ്ക്കാനുള്ള അടച്ചാൽ പുകയ്ക്കാണ്. അപ്പൊ പുക ഒന്ന് പോവാതെ പുറത്തു പോകാൻ മൂടി വെക്കണം.
ഇതൊന്ന് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ദമ്മ് ചെയ്യാനുള്ള ആവിയൊന്നും പുറത്തു പോകാതിരിക്കും. കണലിനകത്ത് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. അപ്പൊ നമ്മളെ കുഴിമന്തിയൊക്കെ റെഡി ആയിരിക്കുക. അതെല്ലാം കഴിഞ്ഞു മയോണൈസ് അടിക്കട്ടെ. അപ്പോ നമ്മളെ കുഴിമന്തി റെഡി ആയിരിക്കാന്ന്. നമ്മളത് ചെമ്പ് പൊട്ടിക്കുകയാണ്. നമ്മളിച്ചിരി ഇരുട്ടി പോയി ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതങ്ങ കണലെടുത്തോ. കൂട് പോലെ അപ്പൊ അത് സെറ്റായിരിക്കും. പിള്ളേർക്കൊക്കെ ആദ്യം നമുക്ക് പിള്ളേർക്കുള്ള വിളമ്പി കൊടുക്കാം. കൊച്ചു കുഞ്ഞുങ്ങളവിടെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴേ അവർക്കുള്ള സെറ്റപ്പ് ആണ് അടുത്ത. മക്കളെ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് മോനെ? കൊള്ളാം. അടിപൊളി പൊളി പൊളിയാണോ? സൂപ്പർ. അപ്പം എങ്ങനെയുണ്ട്? കൊള്ളാം. സൂപ്പർ. അടിപൊളി സാധനം. നമ്മള് കട കഴിക്കുന്ന ടേസ്റ്റ് തന്നെ. പിന്നെ ഭക്ഷണം നന്നായിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വർക്കിന് വിട്ട് വരുക. ചേമ്പത്തിന് വർക്കുണ്ടായിരുന്നു. എന്തോ ഒരു ഓട്ടോ ഒക്കെ ഉണ്ട്. എല്ലാവർക്കും നമ്മൾ കുഴിമന്തി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് മച്ചാമാരെ. ഓക്കെ.